യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി.ജെ. കുര്യനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനലുകളുടെ മുന്നിൽ വെച്ച് വിമർശിച്ചതിനെ സതുദ്ദേശപരമായി കാണാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വിമർശനം നടത്തിയെങ്കിൽ സതുദ്ദേശപരമായി എടുക്കാമായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. അത് കേൾക്കാം. സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുക്കാൻ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, എന്തായാലും വാദപ്രതിവാദങ്ങൾ അത് തുടരുകയാണ്. തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി.ജെ. കുര്യനെതിരെ എന്തായാലും വിമർശനങ്ങളും ശക്തമായി തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയിലും അത് തന്നെയാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞതിലുള്ള പ്രതിഷേധമാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നല്ലേ? ശ്രുതി, യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ശക്തമല്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ തന്നെ പാർട്ടി പരിപാടിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞതിൽ യൂത്ത് കോൺഗ്രസിന്റെ അതൃപ്തി ഇതുവരെ തീരുന്നില്ല. പല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഫേസ്ബുക്കിൽ കൂടി പി.ജെ. കുര്യനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല പക്ഷേ പി.ജെ. കുര്യനെ അനുകൂലിച്ചുകൊണ്ടാണ് പ്രസ്താവന നടത്തിയത്. അദ്ദേഹം സദൃശ്യത്തോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മയിലാണ് ഈ ഒരു ശബ്ദ സന്ദേശം. വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.